പ്രിയമുള്ളവരെ, പ്രതീക്ഷയുടെ തിരുനാളാണ് ക്രിസ്തുമസ്. കാത്തിരിപ്പിന്റെ സാഫല്യത്തിലേക്ക് നടന്നു നീങ്ങുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന സുദിനം. നൂറ്റാണ്ടുകളായി രക്ഷകനെ കാത്തിരുന്ന ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ വന്നുദിച്ച ദിവ്യതാരകമാണ് ഉണ്ണിയേശു. നന്മ നിറഞ്ഞ മറിയവും നീതിമാനായ ജോസഫും പുതിയ പ്രതീക്ഷകളിൽ ജീവിച്ചവരാണ്. അസ്വസ്ഥതയിലും അശാന്തിയിലും മുങ്ങിത്താഴാതെ പ്രത്യാശയുടെ തിരുനാളം കാത്തു സൂക്ഷിച്ചു കൊണ്ടിരുന്ന അവരുടെ മുൻപിൽ മാലാഖമാർ മനം നിറഞ്ഞു പാടി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ക്രിസ്തുമസ് വിട്ടുകൊടുക്കലിന്റെ, ശൂന്യമാകലിന്റെ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഈ ക്രിസ്തുമസ് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം യേശുവിനെ നേരിട്ട് കാണുവാനും അനുഭവിക്കുവാനുമുള്ള ഒരു അവസരമായിരിക്കണം. സ്വാർത്ഥതയുടെ സുരക്ഷിതത്വത്തിലേക്ക് നടന്നു നീങ്ങുന്ന മനുഷ്യന്റെ മുൻപിൽ അവരനെ കേൾക്കുവാനും ആശ്വസിപ്പിക്കുവാനും അനുഗ്രഹിക്കുവാനും ദൈവത്തിന് നേരമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തുമസ്. ശാന്തമായ ഒരു രാത്രിയുടെ ഓർമ്മ, അതിരുകളില്ലാത്ത രാത്രി, സ്നേഹത്തിന് വേണ്ടി സർവശക്തൻ ഒന്നുമില്ലാത്തവനായി മാറിയ രാത്രി. ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി മനുഷ്യൻ ഓർമ്മിക്കേണ്ട കാലമാണ് ക്രിസ്തുമസ് കാലം. നന്മയുടെ വഴിയിലേക്ക് നടക്കുവാൻ മാനവരെ പ്രചോദിപ്പിക്കുന്ന അവസരം. നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ മാലാഖമാരുടെ ആശംസ സ്വീകരിക്കാൻ കഴിയൂ. സുമനസ്സുകളിൽ നിന്ന് പൊട്ടിവിടരുന്ന സൽപ്രവൃത്തികളാണ് ഈ ഭൂമിയിൽ ശാന്തിയുടെ കതിരുകൾ വിതറുന്നത്. ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കുപറ്റുന്ന നാം ഓരോരുത്തരും അവിടുത്തെ നന്മയുടെ പ്രവാചകന്മാരും പ്രഘോഷകരുമായി മാറണം. ദൈവത്തിന്റെ പുത്രനായ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ഭക്തിയോടെ നമുക്ക് ആചരിക്കാം, ആഹ്ലാദത്തോടെ ആഘോഷിക്കാം. നന്മയുടെ പ്രവൃത്തികൾ ചെയ്ത് അത് ഉണ്ണിയേശുവിന് ഒരു കാണിക്കയായി സമർപ്പിക്കാം. ക്രിസ്തുമസ് അർത്ഥവത്താകുന്നത് നമ്മുടെ ഹൃദയമാകുന്ന പുൽത്തൊട്ടിലിൽ ഉണ്ണിയേശു പിറക്കുമ്പോൾ മാത്രമാണ്. അങ്ങനെ ഉണ്ണിയേശുവിന് വന്ന് പിറക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി നമുക്കും കാത്തിരിക്കാം.